അത് ഇത് പറഞ്ഞേ ഇവൻ ഇങ്ങോട്ട് പോയാണ്ട് ഉന്താ ചവിട്ടോന്റെ വിചാരം റഫറിക്ക് കമ്മിറ്റി അവിടെ പൈസ എടുത്തിട്ടുണ്ട് അപ്പൊ വലിയ ഉന്തിയാലും ഒന്നും ചെയ്യൂല അങ്ങോട്ട് കൊടുത്താ എൻസോനെ എന്ത് ചെയ്യരുത്. ഫസ്റ്റ് ഹാഫിൽ അർജന്റീനന്റെ ഡിഫൻസ് അവിടെ പോയി വീണാലും നമ്മളവിടെ പോയി ഗോൾ അടിക്കും. വെരി ഗുഡ്. 80 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളവിടെ പറന്ന് നിൽക്കണം. അല്ല 70 മിനിറ്റ് കഴിഞ്ഞ പന്ത് തൊടാൻ കിട്ടാണ്. ഭയവും പരിഭ്രാന്തിയും നമ്മളെ പേടിപ്പെടുത്തും. എഴുതണ്ടേ ആ കുരിപ്പാർക്ക് കളിക്കളത്തിൽ ഇല്ലാത്ത ഒരേ ഒരു സാധനമാണ് അതബ്. അതബ് പറഞ്ഞ സാധനം ഓല അടുത്തുകൂടി പോയിട്ടില്ല. അപ്പൊ അതബ് വെച്ച് ഉടനെ ഓല കൂടോത്രം ചെയ്യണം, അല്ലെങ്കിൽ നടക്കൂലത്. പരിപാടി അതെന്തിനാ? കാണാനെ കണ്ടില്ലല്ലോ. അത് ലോസസ് ഫൈനൽ അല്ലേ? ആ കളിയൊക്കെ ഇപ്പൊ എന്ത് കാണാനാ? ഓ അഹങ്കാരം. അല്ല എത്ര ഗോളിനാ ജയം? 1-0. 10 മിനിറ്റ് ആയി അർജന്റീനക്ക് ഇതുവരെ പന്ത് പോലും നിലം തൊടാൻ കിട്ടിയിട്ടില്ല കേട്ടോ. ഉള്ളവൻ അതാണ്. എന്താണ് അയാളുടെ പേര്? പുതിയ പേര് ലെമീൻ യമാനായത്. ഒന്ന് അടിച്ചു നോക്കി അയാളെ ശരിക്കും പേരെന്താ? ഞാൻ പറഞ്ഞു ജയിക്കും പറഞ്ഞ ജയിക്കും, അതിൽ ഒരു സംശയവും ഇല്ല. ഇതൊക്കെ ഇവിടെ 4 സ്റ്റാർ വരും, അത് ഉറപ്പാണ്. അതിന് കുറച്ച് പൊളിക്കും. തോറ്റാലും അർജന്റീന, ബെല്ലിഹാം, ജിദ്ദ, റൊണാൾഡോ. ഇനിയിപ്പോ ഫൈനലിൽ ഏത് കുപ്പായിട്ടാണ് തീരുമാനിച്ചിരിക്കണ്? സ്പെയിന്റെ കുപ്പായം. സ്പെയിന് വേണ്ടി ഞങ്ങൾ രക്തവും കരളും കണ്ണും മുട്ടയും കണ്ടോളി കണ്ടോ. ഞാൻ ഒരു കാര്യം പറയാ, കേട്ട് ചലക്കരുത്. മെസ്സിയടോ മെസ്സിനൊക്കെ തട്ടി. ഇത് സ്പെയിനാണ്. നിങ്ങൾ ഫ്രാൻസ് ഇംഗ്ലണ്ടിന്റെ എല്ലാരെയും നിങ്ങൾ വെല്ലുവിളിച്ചിട്ടില്ല. പക്ഷെ സ്പെയിൻ നിങ്ങൾ പേടിക്കണായിരുന്നു. നിങ്ങൾ 80-ാം മിനിറ്റിനാണ്ട് ഒലത്തോ എന്തോ ഒലത്തോടോ. ഒരിക്കലും ജയിക്കാൻ പറ്റൂല. സ്പെയിൻ തൂക്കിട്ട് അവിടെ ഒരാളുണ്ട്. അർജന്റീനന്റെ മൊട്ട ഇരിക്കുന്നത് നോക്കി. മൊട്ട കളി, ഒരു രക്ഷയില്ലാത്ത കളി. സ്പെയിനിൽ നിന്ന് കുട്ടികൾ